നമസ്കാരം. ഡബ്ബർ ഗഡി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമറെ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2024 മുതലൊക്കെ ഇയാൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല ഇൻസ്റ്റഗ്രാമറെ പോലെയും രസകരമായ രീതിയിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ചില കാര്യങ്ങൾ ഇയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇൻസ്റ്റഗ്രാമേഴ്സിന് നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ചിലവർ ജീവകാരുണ്യത്തിൻ്റെ ഈ മനുഷ്യ സേവനത്തിൻ്റെ വക്താക്കളായിരിക്കും. തന്നാനി നാനി താനിനൻ നാനി താനേ നാനി ഇനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലർ തമാശയായിരിക്കും. ഇത് രണ്ടിനകത്തും ചില ആൾക്കാരുണ്ട്. അവർ ഇതിനകത്തു കൂടി മതത്തെ കയറ്റി വിട്ടുകൊണ്ട് മതപരിവർത്തനത്തിലേക്ക് ലാക്കാക്കിക്കൊണ്ട് നീങ്ങുകയും മറ്റ് പല രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ് ഇവരുടെ ഈ വീഡിയോകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡബ്ബർ ഗഡി അത്തരത്തിലുള്ള ആളാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ കോമൺ ആയി ഉള്ള ഒരു ചില കാര്യങ്ങളുണ്ട്. അത് ഹിന്ദു വിരോധമാണ്. ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അന്യമത വിദ്വേഷം എന്ന് പറയാവുന്ന തരത്തിലുള്ള വീഡിയോകളാണ് പല വീഡിയോകളും. അതിൽ ചിലതൊക്കെ ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളാണ്. ഇർഫാന ഇക്ബാൽ, ഈ ഇർഫാന ഇക്ബാൽ എന്ന പേര് അടുത്ത സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധയായത്, വളരെയധികം ഫേമസ് ആയത് അവർ കാസർഗോഡുള്ള നാരായണൻ എന്ന് പറയുന്ന RSS പ്രവർത്തകൻ്റെ ശവസംസ്കാരം സ്വന്തമായി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നിർവഹിച്ചതെന്നാണ്. എന്നാൽ ആ കള്ളം പിന്നീട് പൊളിയുകയുണ്ടായി. അത് സേവാഭാരതിയാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ സംസ്കരിച്ചതും സേവാഭാരതിയാണ് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്തായിട്ടുണ്ടായിരുന്നു. ഇവർ വലിഞ്ഞു കയറിയതിൻ്റെ ഇടയിൽ പോവുകയും തനിക്കൊരു അവസരം ഈ ചിത കത്തിക്കുവാൻ, ചിതയിലേക്ക് വിറക് വയ്ക്കുവാനൊക്കെയുള്ള ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. എന്നിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് അവരാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. കാസർഗോഡ് ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഇവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ പോലും ന്യായീകരിച്ചുകൊണ്ട്, അതായത് മക്കൾ ഉപേക്ഷിച്ചു പോയ ഒരു അമ്മയെ ഇവരാണ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇയാൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ അവസാനം പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതിന് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലരുടെ വേഷം ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇയാൾ ഇതിനകത്ത് പറയുന്നതാണ്. ചിലരുടെ വേഷം ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒന്ന് മാറ്റി നിർത്തി നോക്കിയേ ഇവരെത്രത്തോളം വലിയ നല്ല മനുഷ്യരാണെന്ന്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വല്ലാത്തൊരു ഇതാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ധാരാളം ഇത്തരത്തിലുള്ളതായ വീഡിയോകൾ ഇടയിൽ ചെയ്യാറുണ്ട്. അതായത് ലീഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള വീഡിയോകൾ. അപ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട വീഡിയോകൾ, ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറ്റി പറയുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇയാളുടെ വീഡിയോകളിൽ ഉടനീളം നമുക്ക് ഈ കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയം, മതപരമായ സ്വാധീനമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഇനി ഈ ഹിന്ദു ഒരു വിദ്വേഷം വെച്ച് പുലർത്തുന്ന പല വീഡിയോകൾ, അതിൽ ഈ കോണകസ്വാമി എന്ന് പറഞ്ഞ് പലർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ടാകും. ചില ആൾക്കാർ ഈ നാട്ടിൽ തന്നെ ദിഗംബരന്മാർ, ശ്വേതംബരന്മാർ, ഇങ്ങനെ നാഗസന്യാസിമാർ, ഇങ്ങനെ പല തരത്തിലുള്ളതായ സന്യാസ സമ്പ്രദായങ്ങളുണ്ട്. ബുദ്ധ, ബൗദ്ധ, ജൈന നിരവധിയായിട്ടുള്ള സന്യാസ സമ്പ്രദായങ്ങളുണ്ട്. അവർ ചിലർ വേഷം ധരിക്കുന്നവരായിരിക്കും, വേഷം ധരിക്കാത്തവരായിരിക്കും. അതെല്ലാം കൂടി കലർന്നതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആ ബഹുസ്വരതയാണ് അംഗീകരിക്കേണ്ടത്. അല്ലാതെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനല്ല. ഇനി പാലഭിഷേകം നടത്തുന്നതിന് എതിരായിട്ട് ഇയാൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ഇസ്ലാമിനകത്ത് ഇല്ലേ. ഇപ്പോൾ മൊഹറം പോലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലൊക്കെ അവർ നടത്തുന്ന പല കാര്യങ്ങളുണ്ട്. 3 ദിവസമൊക്കെ ഖബറിനകത്ത് ഇവരെ ഇട്ടയ്ക്കുന്ന എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്തായി അതിലൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോയില്ലേ? ആഗോള ഭീകരവാദം, ആ ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധയൂന്നാൻ സമയം കിട്ടിയില്ലേ? അപ്പോൾ ഇതിന് വളരെ കൃത്യമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്, കൃത്യമായ താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കേവലം ഡബ്ബർ ഗഡി ഒരു ഗഡി അല്ല. ഈ തമാശകൾ പറയുന്നതിനപ്പുറം മറ്റ് ലക്ഷ്യങ്ങൾ ഇയാൾക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് സംശയം തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തേണ്ടതും താൻ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടതും ഡബ്ബർ ഗഡിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ രീതിയിൽ ഒരു കാരണവശാലും അന്യമത വിദ്വേഷത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് ചില വിഷവിത്തുക്കളുണ്ട്. അത് കൃത്യമായ രീതിയിൽ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ. കാരണം ഇതൊന്നും അത്ര ശരിയായ കാര്യങ്ങളെയല്ല. ഇദ്ദേഹം പരമാവധി ടാർഗറ്റ് ചെയ്യുന്ന ഹിന്ദു സന്യാസിമാരെയും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ BJPയെ, RSSനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആരെ വേണമോ നേർക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കും. അതിനൊന്നും ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കുറവുമില്ല. പക്ഷേ ഈ രീതിയിലാണ് നിങ്ങളുടെ പോക്കെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടില്ല എങ്കിൽ വീഡിയോകൾക്കകത്തുകൂടി ഈ ഫാൻസിനെ നമുക്ക് മറ്റു പല രീതിയിലും മറ്റു പല
കോലങ്ങളിലും കാണേണ്ടി വരും. കാരണം നാട്ടിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പല തരത്തിലാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളില്ല എങ്കിൽ നിങ്ങളുടെ ശരിയായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടത്. തമാശകൾക്ക് വേണ്ടിയിട്ട് മറ്റു മതങ്ങളെ അനാവശ്യമായി വലിച്ചഴക്കുന്നത് മറ്റ് പലതിൻ്റെയും ലക്ഷണമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മതത്തെയും മാറ്റി നിർത്തിക്കൊണ്ട്. മറ്റൊരു കാര്യം ഇതിനകത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 320 ഗ്രാം കഞ്ചാവുമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റിലായത്. അതിൽ ഒരു സ്ത്രീകളുടെ പേര് മാത്രമേ ഇയാൾ പറയുന്നുള്ളൂ എന്നുള്ളതാണ്. ശ്രീലക്ഷ്മിയുടെ പേര്, ബാംഗ്ലൂരിൽ പഠിക്കാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആണ് എന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി. മറ്റൊരാൾ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു പെൺകുട്ടി വിദ്യ. ഇവരുടെ രണ്ടുപേരുടെയും പേര് ഇതിനകത്ത് ഇയാൾ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ഷിഫാസാണ്. അയാളുടെ പേര് പറയുന്നില്ല. അയാളുടെ പേര് മനഃപൂർവ്വം തന്നെ മറച്ചു വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആലോചിച്ച് നോക്കൂ, ഈ കുറുമ്പ് ആ കുറുമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇദ്ദേഹം മറ്റൊരു മറുകണ്ഠം ചാടുകയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ ചില കമൻറ്റുകൾ ആ രീതിയിൽ വന്നിട്ടുമുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ, എന്തുകൊണ്ട് നിങ്ങൾ ഷിഫാസിൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഇതുകൂടി ഡബ്ബർ ഗഡി എന്തായാലും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒരു ശരിയായ രീതിയിലുള്ള വീഡിയോ എടുക്കലൊന്നും അല്ല.